ഹേ ഓൾ വെൽക്കം ടു റൈസ് അപ്പ് ഡെയിലി ആൻസർ റൈറ്റിംഗ് ക്ലബ്. ഇന്ന് നമ്മുടെ ഡെയിലി ആൻസർ റൈറ്റിങ്ങിൻ്റെ ഡേ 23 ആണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഒരു പ്യുവർലി മോഡേൺ ഹിസ്റ്ററി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് പ്യുവർലി വേൾഡ് ഹിസ്റ്ററി ആണോ എന്ന് ചോദിച്ചാലും അല്ല. സോ ദിസ് ക്വസ്റ്റ്യൻ ഇസ് എ ഇൻകൾക്കേഷൻ ഓഫ് ബോത്ത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അലോങ് വിത്ത് വേൾഡ് ഹിസ്റ്ററി. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് ടോപ്പിക്ക് കൂടി ചേർന്നിട്ട് UPSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. UPSCക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. ഹിസ്റ്ററീനെ നമ്മൾ ജോഗ്രഫി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ചോദിക്കും. അതുപോലെ പേപ്പർ ആൻഷ്യൻറ്റിൻ്റെ ഇമ്പാക്റ്റ് ഇൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ചോദിക്കും, അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയുടെ ഇമ്പാക്റ്റ് ഇൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനാണിത്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ മേജർ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻ ദ വേൾഡ്. ഇതെന്താണ്? ഒരു വേൾഡ് ഹിസ്റ്ററി ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഇത്രയും. വിച്ച് മോട്ടിവേറ്റഡ് ദ ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾ ഇൻ ഇന്ത്യ. ഇവിടെ എന്തായി? ഇതൊരു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ക്വസ്റ്റ്യനായി. സോ വേൾഡിൽ നടന്നിട്ടുള്ള പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ഇന്ത്യയിലെ ആൻറ്റി കൊളോണിയൽ സ്ട്രഗിളിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ എല്ലാ ആസ്പിറൻസിൻ്റെ അടുത്തും ഉണ്ടാവും. കാരണം എന്താ? എല്ലാവരും ബേസിക്കലി ഈ ഒരു കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ടു കണക്ട് ഇറ്റ് വിത്ത് ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾ ഇൻ ദ ഇന്ത്യ പലപ്പോഴും പലർക്കും എന്ത് ചെയ്യും? മിസ്സായിപ്പോവും. നമുക്കിത് എങ്ങനെയൊക്കെ സ്ട്രക്ചർ ചെയ്യാം? ഒരു ഇൻട്രോ കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ വാട്ട് വേർ ദ മേജർ പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻ ദ വേൾഡ് ഒന്നായിട്ടും, പിന്നെ വിച്ച് മോട്ടിവേറ്റഡ് എങ്ങനെ അത് ആൻറ്റി കൊളോണിയൽ സ്ട്രഗിളിനെ മോട്ടിവേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും രണ്ട് പാർട്ടായിട്ട് അഡ്രസ്സ് ചെയ്യാം. പക്ഷെ അതിനേക്കാളും എഫക്റ്റീവ് ആയിട്ടുള്ളത് എന്താണ്? നമ്മൾ ഓരോ പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ഇന്ത്യൻ ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ഇൻട്രോ നോക്കാം. World wide movement for liberty, economic justice under colonialism and rise of nationalist ideologies converged to fuel India's resistance, transforming local grievances into unified demand for freedom from British rule. ആ സമയത്ത് വേൾഡിൽ പല ഭാഗങ്ങളിലായിട്ട് നടന്നിട്ടുള്ള ലിബർട്ടി, എക്കണോമിക് ജസ്റ്റിസ് മൂവ്മെൻറ്റ്സ് നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടന്നിരുന്ന ആ ഒരു ലോക്കൽ ഗ്രീവൻസിനെ യൂണിഫൈ ചെയ്ത് ഒരു ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് എന്നൊരു സംഭവത്തിലേക്ക് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇൻട്രോ കൊടുക്കാം. ഓക്കെ, സോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മേജർ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസിങ് ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, സോ മേജർ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസിങ് ഇന്ത്യാസ് ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾ. ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് എന്ത്? പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിനെ മൂന്നിനെയും വേറെ ആയിട്ട് സ്ട്രക്ചർ ചെയ്യുന്നത് തന്നെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യന് കുറച്ചും കൂടെ ഒക്കെ ഒരു വിസിബിലിറ്റിയും അപ്പീസ്മെൻറ്റും ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ മാക്സിമം അതെന്ത് ചെയ്യുക? പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? അതിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ വി ഷാൾ മൂവ് ടു ദ മേജർ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസിങ് ആൻറ്റി കൊളോണിയൽ മൂവ്. ഫസ്റ്റ് വൺ പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. റൈസ് ഓഫ് നാഷണലിസം. ദ അമേരിക്കൻ ആൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ. അമേരിക്കൻ റെവല്യൂഷൻ ഇൻ 1776, ഫ്രഞ്ച് റെവല്യൂഷൻ ഇൻ 1789 ഇൻസ്പയർഡ് ഐഡിയൽസ് ഓഫ് ലിബർട്ടി ആൻഡ് സെൽഫ് റൂൾ ഇൻ ഇന്ത്യ ആസ് വെൽ. ആ ഒരു ടൈമിൽ ഫ്രഞ്ച് റെവല്യൂഷനിലാണ് എന്ത് വന്നത്? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന ഐഡിയൽസൊക്കെ വന്നിട്ടുള്ളത്. സോ ഇന്ത്യൻ ലീഡേഴ്സ് ലൈക്ക് രാജാറാം മോഹൻ റോയ്, ദാദാഭായ് നെഹ്റുജി ഡ്രൂ ഇൻസ്പിറേഷൻ ഫ്രം എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സ് ലൈക്ക് റൂസോ ആൻഡ് ജെഫേഴ്സൺ. ആ ഒരു എക്സാമ്പിൾ, അതുപോലെ തന്നെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റിൻ്റെ ഒക്കെ എക്സാമ്പിൾ നിങ്ങൾക്ക് കൊടുക്കാം. ദെൻ വേൾഡ് വാർ. Britain's weakened in World War I's position and post-World War II declined and eroded colonial legitimacy. It also exposed the colonial vulnerability. പിന്നെ വേൾഡ് വാറിന് ശേഷം ഉണ്ടായിരുന്ന എക്കണോമിക് ഡൗൺ ലൈക്ക് ഫെമൈൻസിനൊക്കെ റീസൺ ആയിട്ടുണ്ട്. ആഫ്റ്റർ വേൾഡ് വാർ 1 അത് പിന്നെ ഒരു ഫെമൈൻ ഒക്കെ ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ലെഡ് ടു ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനൊക്കെ ഒരു റീസൺ ആയിട്ട് ആ ഒരു വേൾഡ് വാർ 1 അല്ലെങ്കിൽ വേൾഡ് വാർ 1ൻ്റെ സമയത്താണ് ഹോം റൂൾ ലീഗിൻ്റെ ഒക്കെ എക്സാമ്പിളും നിങ്ങൾക്ക് പറയാം. ഓക്കെ,
വേൾഡ് വാർ ടൂവിൻ്റെ ടൈമിൽ അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് പറയാം. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പറയാം. ദെൻ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ്. ദ റഷ്യൻ റെവല്യൂഷൻ പോപ്പുലൈസ് ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ്. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് 1920 കമ്മ്യൂണിറ്റി പാർട്ടി ഫോർമേഷൻ ബൈ M.N. റോയ്. Then League of Nations mandate. Post World War I, recognition of self-determination right influenced India's demand for freedom. India's participation in the League as British dominion paradoxically strengthened demand for equal status among nations. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, വേൾഡ് വാർ വണ്ണിൻ്റെ സമയത്ത് ആ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ പറയാം. ആ ഖലീഫത്തിൻ്റെ പ്രൊഹിബിഷൻ ആണ് പിന്നീട് നമ്മുടെ ഓൾ ഇന്ത്യ ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റിന് കാരണമായിട്ടുള്ളതെന്ന് പറയാം. ദെൻ ഡീകൊളോണൈസേഷൻ വേവ്. പോസ്റ്റ് 1945 ഗ്ലോബൽ പ്രഷർ മൗണ്ടഡ് ഓൺ യൂറോപ്യൻ എംപയർ ടു ഗ്രാൻഡ് ഇൻഡിപെൻഡൻസ് ടു colonies. Indonesia's 1945 independence declaration pressured Britain to reconsider its Indian colony. Okay. Then economic developments. First നമ്മൾ political developments പറഞ്ഞു. Then we will move to the economic development. കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ, ഡ്രെയിൻ ഓഫ് വെൽത്ത്, ഡീഇൻഡസ്ട്രിയലൈസേഷൻ, ഫെമൈൻസ് ഒക്കെ ബ്രിട്ടീഷ് എക്കണോമിക് ഒപ്രഷനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് 1943 ബംഗാൾ ഫെമൈൻ എക്സ്പോസ് ഹൗ ബ്രിട്ടീഷ് ഫുഡ് എക്സ്പോർട്ട് കണ്ടിന്യൂഡ് ഡ്യൂറിങ് starvation. Then Great Depression 1929, global economic collapse intensified agrarian distress and anti-British sentiment. Indian farmers suicide in Punjab due to crashing cotton fields fuels the radical peasant movement. അതുപോലെ തന്നെ ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ഇമ്പാക്റ്റാണ് പിന്നീട് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഒരു ക്രീസറായിട്ട് പറയുന്നത്. ദെൻ വാർ ടൈം എക്കോണമി. വാർ ഇൻഡ്യൂസ്ഡ് ഷോർട്ടേജ് ആൻഡ് ഇൻഫ്ലേഷൻ ഫ്യൂൾഡ് മാസ് ഡിസ്കണ്ടന്റ്. നമുക്ക് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പറയാം, അതുപോലെ തന്നെ സിവിൽ ഡിസൊബീഡിയൻസ് പറയാം. അങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ദെൻ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. റൈസ് ഓഫ് ഗ്ലോബൽ ട്രേഡ് യൂണിയൻസ് ആൻഡ് ലേബർ മൂവ്മെൻറ്റ് ഇൻസ്പയർഡ് ഇന്ത്യൻ വർക്കർ മൊബിലൈസേഷൻ. ലൈക്ക് 1928 ബോംബെ ടെക്സ്റ്റൈൽ സ്ട്രൈക്ക് മിറഡ് ഗ്ലോബൽ ലേബർ അൺറസ്റ്റ് ആഫ്റ്റർ റഷ്യൻ റെവല്യൂഷൻ. ദെൻ ബ്രിട്ടൻ വുഡ്സ് സിസ്റ്റം. പോസ്റ്റ്-war economic restructuring reduced Britain's financial dominance over colonies. ആ ഒരു reduced financial dominance അല്ലെങ്കിൽ reduced Britain's dominance ആണ് which later led to India's independence. Then social and ideological development. Spread of education. Western ideas nurtured a nationalist intelligentsia demanding self-governance. Like Indian middle class intelligentsia. Dadabhai Naoroji, Dadabhai Naoroji, Rajaram Mohan Rai, Ishwar Chandra Vidyasagar. ഇവരൊക്കെ എന്താണ് ഈ ഒരു നാഷണലിസ്റ്റ് ഇൻ്റലിജൻഷ്യയുടെ പാർട്ടായിരുന്നു. സോ സ്പ്രെഡ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എമംഗ് അവർ ഫോർഫാദേഴ്സ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് early freedom thoughts from our forefathers like Dadabhai Naoroji, Rajaram Mohan Roy, Ishwar Chandra Vidyasagar and all. Global anti-colonial movements. Struggles in Ireland, Egypt and Indonesia reinforced India's resistance. ഐറിഷ് റെവല്യൂഷനാണ് പിന്നീട് നമ്മുടെ ഹോം റൂൾ ലീഗിനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ദെൻ ഇൻ്റർനാഷണൽ സോളിഡാരിറ്റി. പാൻ ഏഷ്യനിസം ആൻഡ് ആഫ്രോ ഏഷ്യൻ സോളിഡാരിറ്റി ബോസ്റ്റേഡ് ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. 1927 ബ്രൂസൽസ് കോൺഗ്രസ് ഒപ്രസ്ഡ് നേഷൻസ് കണക്റ്റഡ് വിത്ത് നെഹ്റു വിത്ത് ആഫ്രിക്കൻ ആൻഡ് ഏഷ്യൻ ലീഡേഴ്സ്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എന്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ INA ഇന്ത്യൻ നാഷണൽ ആർമി ജാപ്പനീസ് കണക്ഷൻ പറയാം നമുക്കിവിടെ. Then Gandhian global influence. Non-violent resilience inspired civil rights movement worldwide, gaining India's international support. Then press and communication, an important point ആണ്. Expansion of printing media and global news network amplified anti-colonial voices internationally. 1942 Voice of Freedom Radio broadcast from Germany bypass British censorship. അതുപോലെ തന്നെ ഖദർ അവരുടെ ആ ഒരു സംഭവം എന്താണ് വേൾഡ് ക്ലാസ് അറ്റൻഷൻ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ പറഞ്ഞിട്ട് ആ വാട്ട് എവർ യു സേ നമ്മുടെ ഇവൻറ്റിന് ഏതൊക്കെയാണോ നമ്മൾ പറയുന്നത് അതിനെ ഇന്ത്യൻ ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്തു എന്നും കൂടെ പറയുന്നതാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത്. ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആൻഡ് നല്ല കണ്ടൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെലിവറി ചെയ്യാൻ പറ്റണം. Then conclusion. India's anti-colonial struggle emerged from global shift
rising democracy, economic exploitation and social ideals culminating in the 1947 as both as a national victory and beacon of decolonization worldwide. അതിനൊരു സമ്മറൈസും കൺക്ലൂഷനും കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ചെയ്യേണ്ടത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഓൾ.